ഓക്കെ, ഡെവലപ്പേഴ്സിനും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്തൂസിയസ്റ്റിനും സൈബർ സെക്യൂരിറ്റി എന്തൂസിയസ്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഡെവലപ്പറിന് പ്രധാനമായിട്ടും ഇപ്പം വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വേർഡ്പ്രസ് ആണ്. കാരണം അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ഇൻ ദ സെൻസ് ഡെവലപ്മെന്റ് കോസ്റ്റ് അഫോർഡബിൾ ആണ്, അധികം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ എളുപ്പമാണ്, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും, സൈറ്റ് പെട്ടെന്ന് ലൈവ് ആക്കാൻ പറ്റും പ്രൊഡക്ഷനിലേക്ക്. അപ്പം ഇങ്ങനെ ചെയ്തു വരുമ്പം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ, അതായത് വേർഡ്പ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പ്ലഗിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ അപ്ഡേറ്റുകൾ ചെയ്യാൻ മറന്നുപോവുകയോ ചെയ്യുക സർവ്വസാധാരണമാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് സൈറ്റിന് വേണ്ടിയിട്ട് എന്ത് ആക്ടിവിറ്റീസ് ചെയ്താലും, SEO ചെയ്താലും, ഗൂഗിൾ ആഡ്സ് ചെയ്താലും, അല്ലെങ്കിൽ ട്രാഫിക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ടിവിറ്റീസ് ചെയ്താലും ചില സാഹചര്യങ്ങളിൽ അത് സൈറ്റിനെ അഫക്റ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്ലഗിൻസ് മലീഷ്യസ് ആയതോ അല്ലെങ്കിൽ എന്താ പറയാ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലഗിൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ വേർഡ്പ്രസ് വെബ്സൈറ്റുകളിൽ ഔട്ട്ഡേറ്റഡ് പ്ലഗിൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും സെക്യൂരിറ്റി ഫെയിലിയേഴ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടൂളാണ് WP സ്കാൻ. ആ ടൂളിന്റെ യൂസേജ് അതുപോലെ തന്നെ എന്താ പറയുക ആ ടൂള് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.